തെറ്റാണ്. ജോസഫ് മാസ്റ്റർ ചോദ്യം പേപ്പറിന്റെ തെറ്റാണ്. അല്ല ഇതാര്? ഇത് ഞാനാണ്. രാഹുൽ ഈശ്വറിന്റെ കപട മുഖം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പിനെങ്കിലും നിർത്തും. നിന്റെ പരിപാടി തീർത്ത് തരാണ്. രാഹുൽ സ്ഥിരമായിട്ട് ജിഹാദികളുടെ പക്ഷക്കാരൻ എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. രാഹുൽ, താങ്കൾ സംശയിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിൽ? 100% ഒരു ഗൂഢാലോചനയില്ല. മഞ്ജുഷും കൂടി ഒരു ഉത്തരം പറയണം. 90-95% മുസ്ലിം സഹോദരങ്ങളും ഇതിൽ ഹിന്ദു സമൂഹം ഹേർട്ടായി അവരോടൊപ്പം നിൽക്കണമെന്നുള്ള സമീപനമല്ലേ എടുത്തത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാൻ അങ്ങനെ തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. സത്യം പറയടാ. ഞാൻ പറയട്ടെ, അവർ മാപ്പ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും എതിർക്കുന്നതാണ്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായരെ. Okay, come to the point. ഈ വിഷയത്തിൽ ഒരാളെ എതിരുള്ളൂ. അത് ശ്രീ ആരിഫാണ്. എന്താണ് താങ്കൾക്കുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ എന്താണ്? രാഹുൽ പറയുന്നുണ്ട് താങ്കൾ അനുകൂലിക്കുകയാണോ? ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? എനിക്കൊരു 72 സെക്കൻഡ് തരണം, ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാം. ഓക്കെ, അളിയനെ ഞാൻ ഒരു വഴിക്കാക്കി തരാം. ഒന്നാമത്തെ കാര്യം, ആ പറയുന്ന പോസ്റ്റർ അത് ചെയ്തത് തെറ്റല്ല. ഒന്നാമത്തെ കാര്യം. 2, അങ്ങനെ പോസ്റ്റർ ഇട്ടാൽ അത് തെറ്റല്ല എന്നിരിക്കെ അത് കണ്ടിട്ട് അതിലൊരു വിഷമം തോന്നാനുള്ള അവകാശം അത് ഹിന്ദുവിനും ഉണ്ട്. കാരണം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കുറെ കൊല്ലം പിന്നിലേക്ക്. മുഹമ്മദ് നബിയെ അല്ല എന്നിരിക്കെ സാധാരണ മുസ്ലിമിന്റെ പേര് മുഹമ്മദ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യപേപ്പറിൽ ഒരു മുഹമ്മദ് എന്ന പേരിട്ടപ്പോൾ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും കോടതി പോലും നിരീക്ഷിച്ചതിന് ശേഷവും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അല്ല, അത് മുഹമ്മദ് നബിയുടെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഇന്നും ജോസഫ് മാഷെ കരിവാരി തേക്കുന്നത്, എങ്ങനെയാണോ ഈ സുഹരിയെ പോലെയൊക്കെയുള്ള ഉസ്താദുമാര് മാതൃഭൂമിയുടെ ഒക്കെ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്, ആ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം മുഖത്ത് വെച്ചിട്ട് കൊഞ്ഞനം കുത്തി ചിരിച്ചുകൊണ്ട് ഇന്നും അതിനെ ആ രീതിയിൽ അപഹസിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ കുരു പൊട്ടാനുള്ള അവകാശം ഹിന്ദുവിനും ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഡോക്ടറെ. എന്നാ പിന്നെ നീ ഇത് പിടിമോനെ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും നമ്മുടെ ഭഗവാനായ ശ്രീകൃഷ്ണൻ ആണെങ്കിലും ഈ ദാസന്റെ കാര്യം എനിക്ക് പ്രധാനം. എന്താ കാര്യം? എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാത്തത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ വന്നത് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഈ 295A എന്ന് പറയുന്ന നമ്മൾ IPC ഉണ്ടായിരുന്ന സാധനം ഇവിടെ വന്നത് ആദ്യം? അത് ഒരു ശിവനെ രക്ഷിക്കാനോ ബ്രഹ്മാവിനെ രക്ഷിക്കാനോ ശ്രീകൃഷ്ണനെ രക്ഷിക്കാനോ അല്ല. രംഗീല റസൂൽ ആ പറയുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പോണ്ടി വരും. അവിടെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാർ. അത് കൊണ്ടുവന്നത് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ രക്ഷിക്കാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ പേരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു ഏത്തീസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, മതനിന്ദാ നിയമം എന്ന് പറയുന്നത് എടുത്തു കളയേണ്ട സാധനമാണ്. അതല്ല, അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കുരുപൊട്ടാനും അത് എടുത്തു വെച്ചുകൊണ്ട് വെപ്പണൈസ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ വെച്ചു കൊടുക്കാം. ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇരട്ടത്താപ്പാണ്. എന്താണ് ഇരട്ടത്താപ്പ്? ഇവിടെ നുപൂർ ശർമ്മ വിഷയത്തിലായാലും TJ ജോസഫിന്റെ വിഷയത്തിലായാലും എന്താണോ സംഭവിച്ചത്? അന്ന് അത് തെറ്റായി പോയി. അവരുടെ വ്രണം പൊട്ടുന്നത് നിങ്ങൾ സൂക്ഷിക്കണമായിരുന്നു. TJ ജോസഫിനെ മടയൻ എന്ന് വരെ വിളിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സമാനമായ രീതിയിൽ ഈ പോസ്റ്റർ ഒട്ടിച്ച ആളെയും മടയൻ സൂക്ഷിക്കണമായിരുന്നു എന്ന് പറയേണ്ട ആളുകൾ അത് പറയുന്നതിന് പകരം അത് തെറ്റാണ്, അത് ശരി, അത് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് ബേബിയെ പോലെയുള്ള മന്ത്രിമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ പോലെ അന്ന് പറഞ്ഞത് കൈ നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ മഠയനാണ് എന്ന് ഞാൻ പറഞ്ഞു. ജോസഫ് മാഷെ ഇപ്പോഴും കരിവാരി തേക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഇരട്ടത്താപ്പിനോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ രാഹുൽ, താങ്കൾ പറഞ്ഞ പോലെ അല്ല, അദ്ദേഹം പറയുന്നത് കോമൺ ആയിട്ടാണ്, എല്ലാവരുടെയും കാര്യത്തിലാണ്. ഇരട്ടത്താപ്പ് പാടില്ല എന്നാണ് പറയുന്നത് രാഹുൽ. ചോദ്യം, ഇത് ശരിയാണോ? ഈ കാർട്ടൂൺ ഓക്കെയാണോ? ജോസഫ് മാഷ് ആ ചോദ്യപേപ്പർ ഇട്ടത് ശരിയാണെങ്കിൽ ഇതും ശരിയാണ്. തെറ്റാണ്. ജോസഫ് മാഷ് ചോദ്യപേപ്പറിന്റെ തെറ്റാണ്. അത് തെറ്റല്ലാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ എടുക്കുക, കൊലപാതകികളും ബലാത്സംഗികളും ഈ പിഡോഫിൽസും ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും കാണും മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണ മുസ്ലിമിന്റെ പേരായിരിക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചോദ്യപേപ്പർ ഇട്ട് കഴിയുമ്പോൾ അത് മുഹമ്മദ് നബി ആണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള അവകാശം മുസ്ലിമിനുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതും ഈ പോസ്റ്റർ പോലെ കാര്യങ്ങൾ ചെയ്യുന്നതും അത് ഒരു തെറ്റാണെന്ന് കാണാനുള്ള അവകാശം ഹിന്ദുവിനുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചോദ്യപേപ്പർ ഇട്ടത് ശരിയാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റർ ശരിയാണെന്ന് തന്നെയേ ഞാൻ പറയുള്ളൂ. ഉരുണ്ട് കളിക്കാൻ നോക്കിയ
നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു മഞ്ജുഷേ, ഇവിടെ യഥാർത്ഥത്തിൽ ക്ലാഷ് രണ്ടുപേരെ തമ്മിലേ ഉള്ളൂ. ശ്രീ ആരിഫിന്റെ ലിബറൽ പൊസിഷൻ, ഞാൻ എടുക്കുന്ന കൺസർവേറ്റീവ് പൊസിഷൻ. കണ്ടിന്യൂ ഓക്കെ. ഈ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. പക്ഷേ ആരിഫ് എടുത്തതിൽ ഇരട്ടത്താപ്പില്ല. മഞ്ജുഷേ, ഇവിടെ ആരിഫ് എടുത്തത് കൃത്യമായ നിലപാടാണ്. ആരിഫ് ഈ പോസ്റ്റർ ശരിയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആരിഫ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നാണ്. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ആരിഫ് സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത്. കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കേട്ടതല്ലേ അത്, നിങ്ങൾ അത് തന്നെ പാടിക്കൊണ്ടിരുന്ന പിന്നെ ഇതങ്ങനെ ശരിയാവും. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഏത്? എം.എഫ്. ഹുസൈൻ നമ്മുടെ ദേവീ ദേവന്മാരെ അപമാനിച്ച് ചിത്രം വരച്ചപ്പോ നമ്മൾ ഹിന്ദുക്കൾ ഇതേപോലെ ഔട്ട്റേജ്ഡ് ആയി. മണ്ണാൻ കേട്ട എം.എഫ്. ഹുസൈന്റെ ചിത്രം എന്നാ വരച്ചത് അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. 78കളിൽ വരച്ച ചിത്രമാണ്. 78കളിൽ അന്ന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. എപ്പോഴാണ് പ്രശ്നം വന്നത്? 90കളിലാണ് എന്റെ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ 90കളുടെ അവസാനം. എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഒരു 10-20 വർഷക്കാലത്തേക്ക് എം.എഫ്. ഹുസൈന്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നത്? അതിന്റെ കാരണം എന്താ? ഹിന്ദുക്കൾ ഇതിനൊക്കെ മൈൻഡ് ചെയ്തിട്ടില്ല. അതായത് കാരണം നമ്മൾ പറയാറുണ്ട്, നിർമാല്യം സിനിമ ഇറങ്ങിയ സമയത്ത് വളരെ സുഖമായിട്ട് കളിച്ചു. ഹിന്ദുക്കൾക്ക് അതൊരു വിഷയമായിരുന്നില്ല. പക്ഷേ വളരെ സെലക്റ്റീവായി ചില മതങ്ങൾ അവരുടെ മതവിശ്വാസം വ്രണപ്പെടുന്നു എന്നതിന്റെ പേരിൽ കാണിച്ച ചില റിയാക്ഷൻസ്, അത് സെലക്റ്റീവ് ആവുകയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. നമ്മളെയാണല്ലോ മച്ചമ്പി. അതായത് വൺ സൈഡഡ് ആയിട്ടുള്ള ഈ വ്രണം പൊട്ടൽ അത് ഹിന്ദു സമൂഹത്തെ ചിന്തിപ്പിച്ചു. അതുകൊണ്ടാണ് രാഹുലിന് ഓർമ്മയുണ്ടല്ലോ, ഈ പറയുന്ന ചിത്രങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു തീർന്നില്ല. രാഹുൽ ഒറ്റ ചോദ്യം, കുട്ടിക്കൃഷ്ണമാരാർ നടത്തിയ പോലെ കഥാപാത്രങ്ങൾ, അതായത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ഇത്രയും ആക്ഷേപിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? ആ ഇടത് കമ്മ്യൂണിസ്റ്റ് ബൗദ്ധിക കാലത്തേക്ക് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള സമീപനം കേരളത്തിലെ അല്ല, രാഹുൽ സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. പക്ഷേ രാഹുൽ സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ. സെലക്റ്റീവ് ആവുകയാണ് രാഹുൽ. തൂക്കി നോക്കാം. നമുക്ക് എന്തുകൊണ്ടൊരു നിലപാടെടുത്തുകൂടാ? എല്ലാ മതങ്ങളെയും, ബൈബിളിനെയും ഖുറാനെയും ഗീതയും ഒരേപോലെ ആദരിക്കണം, എല്ലാ സമൂഹങ്ങളെയും ആദരിക്കണം, ആരെയും വിഷമിപ്പിക്കണ്ട. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്താ കാര്യം? ഇവിടെ രാഹുൽ എടുക്കുന്ന പൊസിഷന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർവി ബാബു അല്ലെങ്കിൽ ഷാബു ഒക്കെ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നു. അവർ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് ജിഹാദ് വിശ്വാസിയാണ്. അതെ, രാഹുൽ ഈശ്വർ വിശ്വാസി ആയിരിക്കും. ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം രാഹുലെ പറഞ്ഞുതരാം. രാഹുൽ കേൾക്കൂ പറഞ്ഞുതരാം. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. ഇവിടെ ആർവി ബാബു ആണെങ്കിൽ ഷാബു ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിത് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് വൺ സൈഡഡ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ വൺ സൈഡഡ് ആയിട്ടുള്ള പ്രതികരണമല്ല. ഈ പറയുന്ന രണ്ട് പക്ഷത്തും അങ്ങനെ ആയിരുന്നു. ഇവരത് മൈൻഡ് ചെയ്യില്ല. ഇതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ നടന്നിരുന്നത്. മീശമാധവൻ ഇന്ന് ഇറങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ നിർമാല്യം ഇന്ന് ഇവിടെ ഇറങ്ങില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പണ്ടത് ഇറങ്ങിയിട്ടുണ്ട്. എം.എഫ്. ഹുസൈൻ ഇവിടെ ചിത്രം വരച്ച് വർഷങ്ങളോളം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് എടുക്കാവുന്ന പൊസിഷനാണ്. കാരണം എന്താണ്? അവർക്ക് കുരു പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് പൊട്ടുന്നതിന്റെ കാരണം എന്താ? ഈ വൺ സൈഡഡ് പ്രതികരണം കാണുമ്പോഴാണ്. കാരണം മതനിന്ദാ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈക്വലി അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതല്ല ഇവിടെ നടക്കുന്നത്. അത് മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രം വെപ്പണൈസ് ചെയ്യാനുള്ള അവസരമാക്കി വെക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അപ്പുറം ഇപ്പുറം ഇല്ലാത്ത ആളുകൾ നിന്നിട്ട് ഇത് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. അപ്പോൾ ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഈ രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇത് വളമാകുന്ന ആർക്കാണ്? ഈ മതനിന്ദാ നിയമത്തെ വെപ്പണൈസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് വളമാകുന്നത്. അവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന എന്താണ്? ഈ പറയുന്ന രീതിയിലുള്ള ഇസ്ലാമൈസേഷൻ എളുപ്പമാക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ സാധനത്തിന് ഇവിടെ വളമാകുന്നു. ഇതിന് ചരിത്രം എന്താ? ഈ പറയുന്ന ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ വന്നത് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് ജിഹാദികളുടെ ശബ്ദമാണ്. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഇനി മഞ്ജുഷ് തിരിച്ചുള്ള മറുപടി. ആരിഫ് ഇങ്ങോട്ട് ആക്രമണം സംസാരിച്ചാൽ ഇരട്ടി ആക്രമണം സംസാരിക്കാൻ എനിക്കറിയാം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? അവനാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ആരിഫ് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്. ആരിഫ് പറഞ്ഞാലേ പോയിന്റ്. ആരിഫിന്റെ ലിബറൽ പൊസിഷൻ ആണ്. കൺസർവേറ്റീവ് പൊസിഷൻ മറ്റൊന്നുണ്ട്. ആ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മതവികാരമില്ലേ? ഹിന്ദുക്കൾക്ക് ഈശ്വര വിശ്വാസമില്ലേ? ഉണ്ടെന്നും അത് പൊട്ടാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പൊന്നു രാഹുൽ, ഇവിടെ മനുസ്മൃതി കത്തിച്ചിട്ടും ഇവിടെ ഗീത കത്തിച്ചിട്ടും ഗുരുപൊട്ടാത്ത ഹിന്ദു ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കും രാഹുൽ ഈശ്വറിന്റെ കപട മുഖം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പിനെങ്കിലും നിർത്തൂ.
എടാ മരമണ്ട കഴുതേ. വിഷയങ്ങളെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ ശ്രമിക്കുക. ഈ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യം പറയുന്നത് നിർത്തുക. അതാ വേണ്ടത്. நேரத்துல வீரங்கெல்லாம் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? അവസാനമായി ഞാൻ പറയുന്നു,